ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു സ്റ്റേക്കേഷന് പോയതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇവിടെ ഇപ്പോൾ ഈദ് ഹോളിഡേയ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുക. അപ്പോൾ ഒരു വൺ ഡേ സ്റ്റേക്കേഷന് വേണ്ടിയിട്ട് ഞങ്ങൾ റാസൽ കൈമയിൽ പോയി. നമ്മൾ രണ്ട് വണ്ടിയിലായിട്ടാണ് പോയത്. റീഗനും ഫാമിലിയും അവരുടെ വണ്ടിയിലും നമ്മുടെ വണ്ടിയിലുമായിട്ടാണ് പോയത്. കാര്യം കുറേ സാധനങ്ങളുണ്ടായിരുന്നു കൊണ്ടുപോകാനായിട്ട്. വൺ നൈറ്റ് സ്റ്റേ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരുപാട് സാധനങ്ങളെല്ലാം വാരിക്കൂട്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാമായിട്ട് പോകേണ്ടതുകൊണ്ട് രണ്ട് വണ്ടിയിലാണ് പോയത്. അപ്പം ഇത് പോകുന്ന വഴിയാണ് കേട്ടോ. ഒരു 45 മിനിറ്റ്സിനുള്ളിൽ റാസൽ കൈമയിലെത്തി. നാട്ടിൽ നിന്ന് എൻ്റെ സിസ്റ്ററും ആളും വന്നിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് സ്ഥലങ്ങളെല്ലാം കാണാനും ഒക്കെ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഈ സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന വില്ല. ഇതൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ്. ഒരുപാട് വില്ലാസ് ഉണ്ട്. നമ്മളുടെ തന്നെ 105 ആയിരുന്നു. അപ്പം അങ്ങനെ ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിൽ ഒരു വില്ലയാണ്. അത് ഓരോരുത്തരും വാങ്ങിയിട്ട് റെൻ്റ് ഔട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ഒരു ദിവസത്തേക്ക് എടുത്തതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ചൂസ് ചെയ്തേക്കുന്ന വില്ല. അപ്പോൾ ഇതൊരു 2 സ്റ്റോറി വില്ലയായിരുന്നു. വളരെ ഭംഗിയും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വില്ല ഒന്ന് ചുറ്റിക്കറങ്ങി കാണാം. ആദ്യം കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു പൗഡർ റൂമുണ്ട്. അപ്പം അതാണ് ഈ കാണുന്നത്. നിഹാനും ഒക്കെ നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. കണ്ടിഷ്ടപ്പെട്ടു. പിന്നെ ഇതാണ് കിച്ചൺ. ഓപ്പൺ കിച്ചണായിട്ടാണ്. അതിൻ്റെ സെൻറ്ററിൽ തന്നെ അവരൊരു ഡൈനിങ് ടേബിളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്ന ഹാള്. അപ്പം ഇത് ഹാളിൽ തന്നെ ടി വിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ മുകളിലാണ് 3 ബെഡ്റൂം ആയിരുന്നു. അപ്പം എനിക്ക് എന്താ പറയുക, നമ്മുടെ നാട്ടിലേക്ക് ആ വീടിൻ്റെ ഒരു ഫീലാണ് കിട്ടിയത്. പിന്നെ നമുക്ക് ബെഡ്റൂംസൊക്കെ കാണാം. അപ്പോൾ ഇതാട്ടോ മാസ്റ്റർ ബെഡ്റൂമായിട്ട് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. TV യൂണിറ്റും എല്ലാം ഉണ്ട്. ഓരോ റൂമിലും പ്രത്യേക രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കബോർഡ്സും നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ടോയ്ലറ്റ്സും എല്ലാം ഉണ്ട്. അറ്റാച്ച്ഡ് ആയിരുന്നു. ഇത് സെക്കൻഡ് ബെഡ്റൂമാണ്. കിഡ്സ് ബെഡ്റൂമാണ് കേട്ടോ ഇത് വേറൊരു ബെഡ്റൂമാണ്. അപ്പോൾ തേർഡ് ബെഡ്റൂം. അതിലും കബോർഡ്സും അറ്റാച്ച്ഡ് ബാത്റൂമും എല്ലാം ഉണ്ടായിരുന്നു. മാസ്റ്റർ ബെഡ്റൂമിനോട് ചേർന്നുള്ളൊരു ബാൽക്കണിയാണ് കേട്ടോ ഇത്. ബാൽക്കണിയൊക്കെ ഒരുപാട് ഭംഗിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെയും നിന്നാലും നല്ല വ്യൂ ആണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അങ്ങ് ദൂരെ കാണുന്നത് ബീച്ചാണ് കേട്ടോ. പിന്നെ ഈ വില്ലയോട് ചേർന്ന് തന്നെ ഒരു പ്രൈവറ്റ് ബീച്ചുണ്ട്, പൂളുണ്ട്. ഇതെല്ലാം നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. നല്ല ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആട്ടോ. ഒരു ബഹളമോ ഒന്നുമില്ല. കിച്ചണും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. നമുക്ക് വേണ്ടുന്ന അത്യാവശ്യമുള്ള എല്ലാ പാത്രങ്ങളും കോഫി പൗഡറും എല്ലാം ഉണ്ട്. ഇത് വെളിയിൽ ബാക്ക് സൈഡിലായിട്ട് ഒരു ബാർബിക്യൂ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ള വ്യൂ. നമ്മുടെ വില്ലയോട് ചേർന്ന് തന്നെയാണ് അതിൻ്റെ ഹൗസ് കീപ്പിങ്ങിൻ്റെ ഒരു ലേഡി അവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി. ഒന്ന് റിലാക്സൊക്കെ ആയതിനു ശേഷം എല്ലാവരും കൂടി അവിടെ ഒരു പ്രൈവറ്റ് ബീച്ചുണ്ട്. അപ്പോൾ ആ ബീച്ചൊക്കെ കണ്ട് ഒന്ന് പൂളിലൊക്കെ പോകാമെന്ന് വിചാരിച്ച് എല്ലാവരും കൂടി ഇറങ്ങി. അപ്പോൾ വളരെ മനോഹരമായൊരു ബീച്ചായിരുന്നു. വളരെ ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ളൊരു ബീച്ച്. അതിൻ്റെ സൈഡിൽ ഒരുപാട് വില്ലാസ് ഉണ്ട് കേട്ടോ. ഈ സൈഡിലുള്ള എല്ലാ വില്ലാസിൻ്റെയും ഫ്രണ്ട് വ്യൂ വരുന്നത് ഈ ബീച്ചാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ഒക്കെ ഭയങ്കര അടിപൊളിയായിരിക്കും. ബീച്ച് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് വളരെ ക്ലീൻ ആയിട്ടുള്ളൊരു ബീച്ച്. പ്രൈവറ്റ് ബീച്ചാണല്ലോ, അപ്പോൾ എന്തായാലും അവരത് അത്രയും നല്ല ഭംഗിയായിട്ട് സൂക്ഷിക്കും. അങ്ങനെ അവിടെ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ എല്ലാവരും കൂടി കളിച്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പൂൾ ആക്സസ് ചെയ്യാമെന്ന് പറഞ്ഞ് പോയി. പൂളിലെല്ലാവരും അടിച്ച് പൊളിച്ച് തകർത്തു എന്ന് വേണം പറയാനായിട്ട്. ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു എല്ലാവരും. ഭയങ്കര രസമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കളിയും നീന്തലും ബഹളവും മത്സരവും ഒന്നും പറയണ്ട. നല്ല രസമായിരുന്നു. പിന്നെ അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫിയൊക്കെ ആയിരുന്നു കേട്ടോ സെല്ലുവിൻ്റെ വക. ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും സൂപ്പർ ഫോട്ടോസ് എടുക്കുന്നതും വീഡിയോസ് എടുക്കുന്നതും സെല്ലു കേട്ടോ. അപ്പോൾ സെല്ലുവിൻ്റെ വക ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു 7 o'clock വരെ നമുക്ക് പൂൾ ആക്സസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാവരും വന്ന് കുളിച്ച് ഫ്രഷായി. കുട്ടികൾക്കൊക്കെ KFC ഒക്കെ വാങ്ങിച്ചു കൊടുത്തു. അവരതൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു. നമുക്ക് ബാർബിക്യൂ ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ചിക്കനും ഫിഷും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം വാങ്ങിച്ചു. നമ്മുടെ മസാലയെല്ലാം സെറ്റ് ചെയ്ത്
റീഗനും വിം ചേട്ടനും കൂടി ആട്ടോ എല്ലാം ക്ലീൻ ചെയ്തു എല്ലാം ചെയ്തത്. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്ത് ബാർബിക്യൂവിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസാണ് ഈ കാണുന്നതെല്ലാം. ഇങ്ങനെ ഒത്തുചേരുമ്പോൾ ഒരു പ്രത്യേക വൈബാണല്ലോ. എല്ലാവരും കൂടി ഒരുമിച്ച് കുക്ക് ചെയ്യുന്നു, ഭക്ഷണം കഴിക്കുന്നു, അതൊരു പ്രത്യേക വൈബാണ്. പാട്ടും നല്ല രസമായിരുന്നു. അങ്ങനെ ബാർബിക്യൂ ഒക്കെ ഉണ്ടാക്കി. പിന്നെ ഞങ്ങൾ ക്യാരം ബോർഡൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടി ക്യാരംസൊക്കെ കളിച്ച് അങ്ങനെ നൈറ്റ് അങ്ങനെ അങ്ങ് സ്പെൻഡ് ചെയ്ത് തീർത്തു. പിന്നെ ഒരു 1 o'clock ആയപ്പോഴത്തേക്ക് പിന്നെ എല്ലാവരും പോയി കിടക്കുകയാണ് ചെയ്തത്. ചിക്കനാട്ടോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതെല്ലാം പ്രിപ്പയർ ചെയ്ത് എല്ലാവരും കൂടി അവിടെ ഒരു ബാക്ക് സൈഡിലായിട്ടൊരു സോഫയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ചെയറും അങ്ങനെ വെളിയിലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ രാത്രി അങ്ങനെ സ്പെൻഡ് ചെയ്തു. ഇത് മോർണിംഗ് ടൈമാണ്. പിറ്റേ ദിവസം മോർണിംഗിൽ അവർ തന്നെ വന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കും കേട്ടോ. കോണ്ടിനെൻ്റലും അമേരിക്കനും ഉണ്ട്, നമുക്ക് ചൂസ് ചെയ്യാം. ആ ലേഡി വന്നിട്ട് ആ കിച്ചണിൽ വെച്ച് തന്നെയാണ് നമുക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്ത് തരുന്നത്. അതിനുശേഷം ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഒരു ബീച്ചുണ്ട്. നേരത്തെ കണ്ട ബീച്ചല്ല, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു ബീച്ചാണിത്. അപ്പോൾ ആ ബീച്ചിൽ അതും പ്രൈവറ്റ് ആക്സസ് ആണ്. അവിടെ താമസിക്കുന്നവർക്ക് മാത്രമേ അത് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ രാവിലെ തന്നെ പോയി. കാരണം ഞങ്ങൾക്ക് 12 മണിക്കായിരുന്നു ചെക്ക് ഔട്ട്. അവിടെ പിന്നെ എല്ലാവരും കൂടി വെള്ളത്തിൽ കുറേ നേരം കളിക്കുകയും പിന്നെ വാട്ടർ ബലൂൺസൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് തകർപ്പായിരുന്നു. പിന്നെ നമ്മുടെ ഓർവിക്കുട്ടനെ കുറേ നേരം വെള്ളത്തിലൊക്കെ കളിപ്പിച്ചും നല്ല രസമായിരുന്നു. എന്തായാലും ഈ ഒരു സ്റ്റേക്കേഷൻ ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഇവിടെ കുട്ടികൾക്കൊക്കെ വെക്കേഷൻ ടൈമാണ്. അപ്പോൾ അവർ ഒരു ദിവസം നന്നായിട്ട് എൻജോയ് ചെയ്തു. അവരുടെ ആ വെക്കേഷനിൽ അവർക്ക് ഒരു മെമ്മറബിൾ ഡേ തന്നെയായിരുന്നു ഈ സ്റ്റേക്കേഷൻ. പിന്നെ നമ്മളുടെ ബിസി ലൈഫിൽ നമുക്ക് ഒരു സ്ട്രെസ് റിലീഫായിട്ടും നമുക്കൊന്ന് റിലാക്സ് ആവാനായിട്ടൊക്കെ ഇങ്ങനെയുള്ള ട്രിപ്പുകൾ ഒത്തിരി നല്ലതാണ്. പിന്നെ നമ്മൾ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ പോകുമ്പോഴത്തേക്ക് അതൊരു പ്രത്യേക രസമാണല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങളിതുപോലെ ഒരു സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള വില്ലാസ് നമുക്ക് booking.com വഴിയൊക്കെ ഒരുപാട് ലഭിക്കും. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് നിങ്ങൾക്കും പോകാവുന്നതേ ഉള്ളൂ. അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലുള്ള വില്ലാസൊക്കെ booking.com വഴി കിട്ടും കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ സ്റ്റേക്കേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും ഈദ് ആശംസകൾ.